Hi dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഗോബി കാപ്സിക്കം മസാല തയ്യാറാക്കാം. നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ടേക്ക് ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ മുങ്ങുന്ന പാകത്തിന് വേണം ഒഴിക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റ് ശേഷം നമ്മുടെ ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്ക് കഴുകാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കോളിഫ്ലവർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ തീരെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കണം. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോകരുത്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ബാറ്റർ അധികം ലൂസായി പോകരുത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു മിക്സാക്കിയിട്ടുള്ള ഈ ഒരു ബാറ്ററിലോട്ടേക്ക് നമ്മൾ ആദ്യം കഴുകി മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് തന്നെ കോളിഫ്ലവറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ നിലയിലും വെക്കാം. 20 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയൊക്കെ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഗോപിയൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗവും തന്നെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഉണ്ടോ, നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇതിൽ ഇത്തിരി കാര്യങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത്തിരി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കടായി എടുക്കാം. അതിലൊട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണിത്. ഇനി ഇതിലൊട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. ഇതിലൊട്ടേക്ക് നമുക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ സവാള നല്ലവണ്ണം തന്നെ ഒന്ന് വാടി വരണം. അതുവരെ നമുക്കിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്നും കൂടി വഴറ്റാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ തക്കാളി നല്ല മണത്തിന് ഉടഞ്ഞു കിട്ടണം. അതുവരെ നമുക്കിവിടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഇവിടെ നല്ല മണം തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ക്യാപ്സിക്കം ഓവറായിട്ട് കുക്കാവണ്ട, ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നിവിടെ മിക്സാക്കി കൊടുക്കണം. സോസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള നമ്മുടെ ഗോബി എല്ലാം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. നമ്മൾ മസാലയും കോളിഫ്ലവറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഗോബി മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചിയായിട്ടുള്ള നമ്മുടെ ഗോബി ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ ഈ ഒരു ഗോബി ക്യാപ്സിക്കം മസാല. ക്യാപ്സിക്കം ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊറോട്ടൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട മാത്രമല്ല, പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് നല്ല കോമൺ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.